അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറയുകയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 18 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഓരോന്നും വളരെ ആശയസമ്പന്നമായ വചനങ്ങളാണ്. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത്, അല്ലാഹു തആലയുടെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ആരെയെങ്കിലും നീ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ കൽപ്പന നീ എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് നന്നായി ആലോചിച്ചിട്ട് മതി. അഥവാ അല്ലാഹു തആലയുടെ കൽപ്പനയ്ക്ക് ഒരു മനുഷ്യൻ എതിര് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ നാം ഒരാൾക്കെതിരെ ഒരു നടപടിയെടുക്കുമ്പോൾ അക്കാര്യം എത്രത്തോളം നാം പാലിച്ചിട്ടുണ്ട് എന്ന് ആദ്യമായി ആലോചിക്കണമെന്നാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നിന്റെ സഹോദരൻ്റെ കാര്യം ഏറ്റവും നല്ല നിലയിൽ നീ പരിഗണിക്കുക. എന്നാൽ നീ അത്ഭുതപ്പെടുന്ന രീതിയിൽ നിന്റെ കാര്യങ്ങൾ അദ്ദേഹം പരിഗണിക്കുന്നത് നിനക്ക് കാണാൻ കഴിയും. മൂന്നാമത്തെ കാര്യം, ഒരു മനുഷ്യൻ, നിന്റെ ഒരു സഹോദരൻ ഒരു വാക്ക് പറയുമ്പോൾ അതിനെ തെറ്റായ നിലയിൽ മനസ്സിലാക്കാനല്ല നീ ശ്രമിക്കേണ്ടത്. അതിനെന്തെങ്കിലും ഒരു ശരിയുടെ വശം ഉണ്ടാകും, ന്യായത്തിൻ്റെ വശങ്ങൾ അതിനുണ്ടാകും. എന്താണ് അതിൻ്റെ ആ വചനത്തിൻ്റെ ഒരു ശരിയായ വശം എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുകയാണ് വേണ്ടത്. അല്ലാതെ കേട്ടപാട് ഓരോരുത്തരുടെയും വാക്കുകളെ തെറ്റായ തരത്തിൽ അവതരിപ്പിക്കാനും വ്യാഖ്യാനിക്കാനുമുള്ള ശ്രമം ഒരു സാഹോദര്യ ബന്ധത്തിന് ചേർന്നതല്ല എന്നതാണ് അടുത്ത വചനം. നാലാമതായി അദ്ദേഹം പറഞ്ഞത്, തെറ്റിദ്ധരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നീ പെട്ടുപോകാതെ ശ്രദ്ധിക്കുക. മറ്റുള്ളവർ നിന്നെ തെറ്റിദ്ധരിക്കുന്ന വാക്കുകളോ പ്രവർത്തികളോ നീ ചെയ്യുകയും ശേഷം ജനങ്ങൾ നിന്നെ സംബന്ധിച്ച് മോശമായ ധാരണ പുലർത്തുകയും ചെയ്താൽ നീ നിന്നെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. അത് മറ്റുള്ളവരുടെ കുറ്റമല്ല. മറ്റുള്ളവരുടെ മനസ്സിൽ തെറ്റായ ധാരണകൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം സ്വയം പാലിക്കണം. അപ്പോഴാണ് നമ്മെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കുക. അടുത്ത കാര്യം, ആരെങ്കിലും അവനവൻ്റെ രഹസ്യങ്ങൾ മറച്ചു വച്ചാൽ ആരോടും പറയാതിരിക്കുന്നിടത്തോളം കാലം അതിൻ്റെ നിയന്ത്രണം അയാളുടെ കയ്യിലായിരിക്കും. മറ്റൊരാളിലേക്കത് പകരുന്നതോടൊപ്പം ആ രഹസ്യത്തിൻ്റെ സ്വഭാവം മാറി അത് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും വിട്ടുപോയി. അതുകൊണ്ട് രഹസ്യമായി തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാളിലേക്കും അത് പകരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത കാര്യം, സത്യസന്ധരായ കൂട്ടുകാരോടൊപ്പമാണ് ചേരേണ്ടത്. അവരുടെ ഒപ്പമാണ് നീ ജീവിക്കേണ്ടത്. കാരണം സത്യസന്ധരായ കൂട്ടുകാര് ഐശ്വര്യത്തിൻ്റെ സന്ദർഭത്തിൽ നമ്മുടെ ഒരു അലങ്കാരമായി നമ്മളോടൊപ്പം ഉണ്ടാകും. ഒരു പരീക്ഷണ സന്ദർഭത്തിൽ നമുക്കൊരു മുതൽക്കൂട്ടുമായിരിക്കും അവർ. അതുകൊണ്ട് സത്യസന്ധത എന്ന് പറയുമ്പോൾ ആ സൗഹൃദത്തെ സത്യസന്ധതയോടുകൂടി കാണുന്നവർ, വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സൗഹൃദം സ്ഥാപിക്കുകയും ആ താല്പര്യം നേടിയെടുത്ത് അകന്നു പോവുകയും ചെയ്യുന്ന തരത്തിലുള്ള മനുഷ്യരുണ്ട്. അങ്ങനെയുള്ളവരുമായിട്ടല്ല സൗഹൃദം വേണ്ടത്. ആത്മാർത്ഥമായി സാഹോദര്യ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ആൾക്കാരുമായിട്ടാണ് ഇടകലർന്ന് ജീവിക്കുന്നതെങ്കിൽ നമ്മളുടെ നല്ല കാലഘട്ടത്തിൽ അവർ നമ്മളുടെ ഒരു അലങ്കാരമായിരിക്കും, നമ്മളുടെ ഒരു ഭംഗിയായിരിക്കും. അവർ ഒരു വിഷമഘട്ടത്തിൽ അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ലഭിക്കുകയും ചെയ്യും. അടുത്ത വിഷയം, സത്യം മാത്രമേ പറയാവൂ, സത്യമേ പ്രവർത്തിക്കാവൂ. അത് കാരണമായി ജീവൻ നഷ്ടപ്പെടേണ്ടുന്ന സാഹചര്യം വന്നാലും സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നതാണ്. അടുത്ത കാര്യം, ആവശ്യമില്ലാത്തതിൽ ഇടപെടാതിരിക്കുക. അടുത്ത വിഷയം, സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളുടെ നിയമം ചോദിക്കണ്ട. അങ്ങനെ ഉണ്ടായാൽ എന്താകും അതിൻ്റെ കാര്യം? ഈ വക സാങ്കല്പികമായ കാര്യങ്ങളെ മനസ്സിൽ കൊണ്ടു നടന്ന് അതിൻ്റെ പരിഹാരങ്ങൾ അന്വേഷിച്ച് നടക്കണ്ട. എന്തുകൊണ്ടെന്നാൽ ലോകത്ത് നടന്നു കഴിഞ്ഞ സംഭവം തന്നെ
അനേകം പഠിക്കാനും മനസ്സിലാക്കാനും ബാക്കി കിടക്കുകയാണല്ലോ ഇവിടെ. എത്രയെത്ര സംഭവങ്ങൾ, കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് എന്തെല്ലാം പഠിക്കാനും മനസ്സിലാക്കാനും ഇവിടെ ഉണ്ട്. എന്നിട്ടും എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങളുടെ നിയമങ്ങൾ അന്വേഷിച്ച് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് പഠിച്ച് ആകുലപ്പെട്ട് നടക്കുന്നത്? അടുത്ത കാര്യം, നിന്റെ ആവശ്യങ്ങൾ നീ ചോദിക്കുന്നത് ആ ആവശ്യം നീ നേടണമെന്നാഗ്രഹിക്കുന്ന ഒരാളോടായിരിക്കണം. ഒരു ലക്ഷ്യം നിനക്കുണ്ട്, പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് നീ എത്തുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളോട് പോയിട്ട് ആ ലക്ഷ്യത്തിലെത്താനുള്ള സഹായം നീ ചോദിക്കരുത്. അത് വലിയ അബദ്ധമാണ്. ഒരിക്കലും അയാൾ നിനക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയോ നിനക്ക് അനുകൂലമായി സംസാരിക്കുകയില്ല. കാരണം നീ ആ ലക്ഷ്യം നേടുന്നത് അയാൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. അതുപോലെ അടുത്ത വിഷയമായി അദ്ദേഹം പറഞ്ഞത്, ഒരിക്കലും കള്ളസത്യം ചെയ്യുന്നതിനെ ഗൗരവം കുറച്ച് കാണരുത്. വളരെ ഗൗരവമുള്ള വിഷയമാണ് തെറ്റായ കാര്യങ്ങൾ പറയുക, എന്നിട്ട് അതിനെ അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്യുക. അത് നാശകാരണമായി മാറുന്ന കാര്യമാണ്. അതുകൊണ്ട് കള്ളസത്യം ചെയ്യരുത്. അതുപോലെ ദുർനടപ്പുകാരുമായി നീ സഹവസിക്കുകയേ ചെയ്യരുത്, സഹകരിക്കുകയേ ചെയ്യരുത്. കാരണം ദുർനടപ്പുകാരുമായുള്ള നിന്റെ സഹകരണവും സഹവാസവും ആ ദുസ്വഭാവങ്ങൾ നീ അറിയാതെ നിന്നിലേക്കും പകർന്ന് കടക്കുന്നതിന് കാരണമായി മാറും. ശത്രുക്കളിൽ നിന്നും അകലം പാലിക്കുക, അതാണ് അടുത്തതായി പറഞ്ഞ വിഷയം. മറ്റൊരു കാര്യം, നിന്റെ കൂട്ടുകാരെയും നീ ശ്രദ്ധിക്കണം. അവരുടെ കാര്യത്തിലും ഒരു ജാഗ്രത വേണം. വിശ്വസ്തരല്ലാത്ത കൂട്ടുകാരുടെ കാര്യത്തിൽ ജാഗ്രത വേണം. എന്നാൽ ആരാണ് യഥാർത്ഥത്തിൽ വിശ്വസ്തനായ കൂട്ടുകാരൻ? അള്ളാഹുവിനെക്കുറിച്ച് ഭയഭക്തിയില്ലാത്തവർ ഒരിക്കലും വിശ്വസ്തരായ കൂട്ടുകാരാവുകയുമില്ല. അതുകൊണ്ട് ഭയഭക്തി അള്ളാഹുവിനോട് പുലർത്തുന്നവരാണ് വിശ്വസ്തർ. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ കൂട്ടുകാർ. അല്ലാത്ത കൂട്ടുകാരിൽ നിന്നും നീ എപ്പോഴും ഒരു ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അടുത്ത വിഷയമായി അദ്ദേഹം പറഞ്ഞത്, ഖബർ കാണുമ്പോൾ ഒരു ഭയഭക്തിയൊക്കെ ഉണ്ടാകണം. കാരണം എല്ലാവരും അതിലേക്ക് പോകാനുള്ളതാണ്. ഖബർ കാണുമ്പോഴും നിസ്സംഗരായി നിൽക്കുന്ന മനുഷ്യരുണ്ട്. അതൊരിക്കലും ഒരു നല്ല മുഅ്മിന് ചേർന്ന പ്രകൃതമല്ല. അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യുന്ന സമയത്ത് അവിടെ അഹങ്കാരത്തിൻ്റെ ഭാവമല്ല മനസ്സിലും ശരീരത്തിൻ്റെ ബാഹ്യ പ്രകടനങ്ങളിലും ഉണ്ടാകേണ്ടത്. ഒരു സാധാരണത്വത്തിൻ്റെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു സാധാരണ അടിമയാണ് എന്ന ഭാവത്തിൽ, ആ ഒരു മനോഗതിയോടുകൂടിയാണ് ഇബാദത്തുകൾ നിർവഹിക്കേണ്ടത്. അടുത്ത കാര്യം, പാപകരമായ കാര്യങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ വളരെ കൃത്യമായ ശ്രദ്ധ ഉണ്ടാകണം എന്നുള്ളതാണ്. അടുത്തതായി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിന്റെ എല്ലാ കാര്യങ്ങളിലും നീ മുഷാവറ ചെയ്യുമ്പോൾ, നീ ഒരു ആലോചന നടത്തുമ്പോൾ അള്ളാഹുവിനോട് ഭയമുള്ളവർ, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ സൂക്ഷിക്കുന്ന ആൾക്കാരുമായിട്ടാണ് നിന്റെ ആവശ്യങ്ങളിലും നിന്റെ പ്രശ്നങ്ങളിലും നീ മുഷാവറ അഥവാ ആലോചന നടത്തേണ്ടത്. ഇങ്ങനെ 18 കാര്യങ്ങൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എല്ലാം വളരെ ആശയസമ്പന്നമായ തത്വങ്ങളാണ് എന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യബ് റഹിമഹുല്ലാഹ് പറയുകയാണ്.